ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയാണോ? എനിക്ക് സുഖം തന്നെയാണ്. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്താ പറയുക, ഇന്ന് ഞാനൊരു നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സംഭവിച്ചത് വേറൊന്നാണ്. അതൊക്കെ ഇതിൽ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും കണ്ട് സഹകരിക്കണം. പിന്നെ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പച്ചരി ഒരു 2 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ വെല്ലം, ഇത് നമ്മൾ വെള്ളം വാങ്ങാൻ കടയിൽ പോയപ്പോൾ കറുത്ത വെള്ളം തന്നെ കിട്ടി കേട്ടോ. ഈ വെളുത്ത വെള്ളമാകുമ്പോൾ ഒരു കളർ കിട്ടില്ല. നെയ്യപ്പത്തിന് എന്നും ഒരു കറുപ്പ് കളർ, നെയ്യപ്പം ഉണ്ണിയപ്പം ഇതൊക്കെ ഒരു കറുപ്പ് കളർ തന്നെ ആണല്ലോ. അങ്ങനെ ഞാനിതാ പച്ചരി വെള്ളം ഇല്ലാതെ കഴുകി നല്ല വൃത്തിയാക്കി ഒരരിപ്പയിലിട്ട് വെച്ച്. പിന്നെ രാവിലെ ദോശ കരച്ച് വെച്ച മിക്സി കഴുകിയിട്ടുണ്ടായിട്ടില്ല, അപ്പം അതിൽ തന്നെ ഇടാൻ വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് പച്ചരി അങ്ങനെ എല്ലാം ഇട്ട്. പിന്നെ ഒരു 3 സ്പൂൺ മൈദയും ഇട്ട്. 3 സ്പൂൺ മൈദയും ഇട്ട്. ഐശുവിന് കൊരയാ, മഴയായി തണുപ്പായി, ഐശുവിന് കൊര പിടിച്ചു. അങ്ങനെ അതിലേക്ക് 3 സ്പൂൺ മൈദയും ഇട്ട്. പിന്നെ കുറച്ച് ഞാൻ ഉപ്പ് ഇട്ടിന് കേട്ടോ. ഉപ്പ് ഇട്ടിട്ടില്ല, ഇപ്പിടും. പിന്നെ ജീരകം ഇട്ട്. പിന്നെ ഏലത്തരി ഇട്ട് കേട്ടോ. ഏലത്തരി പറഞ്ഞാൽ ഒരു 2 ഇട്ടിട്ടുള്ള. അങ്ങനെ പിന്നെ എന്താ ഇട്ടാ, പിന്നെ ഞാൻ ഉരുക്കി വെച്ച് വെള്ളം ഉണ്ടായി. വെള്ളം കുറച്ച് കട്ടി കൂടിപ്പോയി. അപ്പം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി. പക്ഷേ ഈ വെള്ളം ഒന്നും ചൂടില്ല കേട്ടോ, എല്ലാം തണിഞ്ഞിനെ. അങ്ങനെ പിന്നെ ഉപ്പ് ഞാൻ ഇതിന് മാവിലാണ് ഇട്ടത്. ഉപ്പ് മാവിലിട്ട് നന്നായിട്ട് ഇളക്കി. അല്ലെങ്കിൽ ഉപ്പ് ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാവില്ല. പിന്നെ ഇത് എള്ള് കഴുകി വൃത്തിയാക്കിയ എള്ളാണ്. കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞു. എന്നിട്ട് ഞാനൊന്ന് വറക്ക് കൂടി ചെയ്തു കേട്ടോ. നനഞ്ഞ എള്ള് പൊതിർന്ന് നിൽക്കുമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ എല്ലാം ആക്കി നല്ല സെറ്റാക്കി ഇതങ്ങ് അടച്ച് വെച്ച്. 2 മണിക്കൂർ ഇതൊന്ന് അടച്ച് വെച്ചാൽ സെറ്റാവുമെന്നാണ് ഞാൻ വീഡിയോയിലെല്ലാം കണ്ടിട്ടുള്ളത്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. മാവൊക്കെ നല്ല പാകത്തിലുണ്ട്, അധികം വെള്ളമായി പോയിട്ടില്ല. എള്ള്, ഉപ്പ്, മധുരം എല്ലാം നല്ല പാകത്തിനുണ്ട് കേട്ടോ. അങ്ങനെ ചീനച്ചട്ടി, മറ്റേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് നമ്മൾ ചുടൽ. ഇത് വന്നിട്ട് ഞാൻ കുറച്ചൊരു അപ്പക്കാരിട്ടതാണ് കേട്ടോ, ലേശിട്ടുള്ളൂ. അത് പിന്നെ അപ്പക്കാരിട്ട രസം ഉണ്ടാവില്ല വിചാരിച്ചു. അങ്ങനെ മക്കളെ നെയ്യപ്പം ഒഴിച്ച് ഇങ്ങോട്ട് പറയാൻ ഒഴിച്ചതും അങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടാ ചുരുങ്ങിയിട്ട്. ഞാൻ 2-3 ചുട്ട് നോക്കി, ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇത് അപ്പാട് മൊത്തത്തിൽ ചുരുങ്ങി പോകുന്നുണ്ടാ. ഇത് സംഭവം അങ്ങനെയാണെന്ന് പറയുന്നത്. ഇത് ചുരുങ്ങി വന്നാലും കുഴപ്പമില്ലേനു, കാണാൻ വലിയ രസമില്ലെങ്കിലും ഇത് പിന്നെ നല്ല ഉള്ളൊക്കെ വെന്ത് നല്ല രസമാവുമെന്ന് ഞാൻ വിചാരിച്ചെന്നാൽ പണിപ്പാളി. അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടില്ല, അതങ്ങനെ പൊന്തി കെട്ടി ചുരുങ്ങി വന്നു. എന്താ കാരണം എന്ന് എനിക്കറിയുന്നില്ല. അങ്ങനെ ഈ മാവ് എന്ത് ചെയ്യാനാ? പിന്നെ ഈ സാധനത്തിനൊക്കെ അത്ര വില ഉണ്ടല്ലോ, അങ്ങനെ ഇതിപ്പോൾ കളയാൻ കഴിയുമോ? അങ്ങനെ ഞാൻ എന്താക്കി, അടുത്ത പണി ഇത് പിന്നെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ഞാനൊരു ഇതിലൊഴിച്ചിട്ട് ആവി കയറ്റിയപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് കുഴപ്പമില്ല, ഇത് പിന്നെ നല്ല സെറ്റായിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പിന്നെ ചെറിയ കത്തി ഉണ്ടായി, അത് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ അടിയൊന്നും കുഴപ്പമില്ല, ബന്ധ പോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഞാനിതെന്താക്കി മുറിച്ച്. ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട്, തിന്നാനും കുഴപ്പമില്ല, എല്ലാം കിട്ടുന്നുണ്ട്, രസമുണ്ട്. പക്ഷെ ഇത് വന്നിട്ട് പിന്നെ കുറച്ചൊരു ചളി പോലെ ആയിപ്പോയി. ചളി പോലെ ഇതിൻ്റെ അടി ഒരു പിന്നെ ശരിക്കും ഒരു സെറ്റായിട്ടില്ല ഇതിൻ്റെ അടിഭാഗം കേട്ടോ. കുറേ സമയം വെച്ച് അങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കിയത് അവിടെ എത്തി.